ഞങ്ങൾ എന്തായിരിക്കുന്നോ അത് മമ്മിയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. മക്കളുടെ കാര്യങ്ങളിൽ കരുതലുള്ള ഒരു അമ്മയാണ് മമ്മിയെപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. അവരുടെ സഹനങ്ങളും എനിക്ക് തരണമേ എന്നാണ് മമ്മി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് അമ്മയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് വൈദികരായ മക്കൾ. 5 മക്കളിൽ 4 പേരും വൈദിക ദൈവവിളി സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ തങ്ങൾക്ക് ബലമേകിയ സ്വന്തം അമ്മയെക്കുറിച്ച് കണ്ണുനീരോടെ മാത്രമേ ഈ മക്കൾക്ക് ഓർക്കാൻ കഴിയുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഈ മമ്മിയുടെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെയൊക്കെ കരുത്തായിരിക്കും എന്ന ഉറച്ച ഒരു വിശ്വാസമുണ്ട്, ബോധ്യമുണ്ട്. എല്ലാ ദിവസവും 8 തൊട്ട് 9 മണി വരെയുള്ള സമയത്താണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, മമ്മിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മമ്മിയെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ മമ്മി ചേട്ടനെയോ മറ്റാരെയോ വിളിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല അമ്മ. മക്കളുടെ കാര്യങ്ങളിൽ കരുതലുള്ള ഒരു അമ്മയാണ് മമ്മിയെപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. ഞങ്ങളെ ദൈവരാജ്യത്തിലായിരിക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കരുതലുള്ള ഒരു അമ്മയായിരിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മമ്മി കുഞ്ഞുങ്ങളോട് ഒത്തിരിയേറെ സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണ്. കുഞ്ഞുങ്ങളെയെല്ലാം ഈശോയോട് ചേർത്ത് നിർത്താനായിട്ടാണ് മമ്മി എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈശോയുടെ സ്നേഹത്തിൽ വളർത്താനും സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ മമ്മി ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചു. മമ്മിയുടെ നിര്യാണം ഞങ്ങൾക്ക് വേദനയുണ്ടെങ്കിലും സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ, ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയ്ക്കയോട് അപേക്ഷിക്കുന്ന ഒരമ്മയെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, മമ്മിയെ ലഭിച്ചിരിക്കുന്നു. മക്കൾക്ക് എന്തെങ്കിലും വേദനയോ സഹനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെക്കാളും ഏറ്റവും അധികം വിഷമിച്ചിരുന്നത് മമ്മിയാണ്. മമ്മിയെ എനിക്ക് പ്രാർത്ഥനയിൽ മമ്മി ഇങ്ങനെ പറയുന്നത് ഞാൻ ഓർക്കുകയുണ്ടായി. അവരുടെ സഹനങ്ങളും എനിക്ക് തരണമേ എന്നാണ് മമ്മി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. മമ്മിയായിട്ട് ഏറ്റവും ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന ഒരു മൂത്ത മകൻ എന്ന നിലയിൽ മമ്മി എല്ലാ കാര്യങ്ങളിലും, എൻ്റെ കാര്യങ്ങളിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ മമ്മി ഒരു ബുദ്ധിമുട്ടും പ്രായത്തിൻ്റേതായോ അസുഖത്തിൻ്റേതായോ യാതൊരു പ്രയാസങ്ങളുമില്ലാതെ മമ്മി നോക്കി. കഴിഞ്ഞ ആഴ്ചയും ഞാൻ UK വിളിച്ചു കഴിഞ്ഞപ്പോഴും മോനെ മമ്മിക്ക് മേല എന്ന് മാത്രമാണ് മമ്മി പറഞ്ഞത്. അവസാന നിമിഷത്തിൽ മമ്മിയെ കാണാൻ പറ്റാതെ പോയ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പാലാ പൈക പന്തിരുവേലിൽ ജോയിക്കും ഭാര്യ മോളിക്കും 5 മക്കളെയാണ് ദൈവം നൽകിയത്. ടൈറ്റസ്, മാർട്ടിൻ, ടിയോ, നിർമ്മൽ, വിമൽ എന്നിവർ. ടൈറ്റസ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ശേഷിച്ച 4 പേരും വൈദിക ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു. മാർട്ടിനാണ് കുടുംബത്തിൽ നിന്ന് ആദ്യമായി തിരുപ്പട്ടം സ്വീകരിച്ചത്. പാലാ രൂപതയിലെ വരിയാനിക്കാട് ഇടവക വികാരിയായി സേവനം ചെയ്യുകയാണ് ഫാദർ മാർട്ടിൻ. ഫാദർ ടിയോ ബഗൽപൂർ രൂപതയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. പിരിഞ്ഞിരിക്കാനൊട്ടും മനസ്സില്ലാത്ത ഒരു മനസ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആശുപത്രിയിലായിരുന്നപ്പോഴും കൂട്ടത്തിൽ എപ്പോഴും വേണം, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ഒരു രീതിയായിരുന്നു. ഉയർന്ന വരുമാനമുള്ള ജോലിയും വിദേശത്തെ ജീവിത സാഹചര്യവും തിരഞ്ഞെടുക്കുന്ന ഇക്കാലത്തെ യുവജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി 4 മക്കളെ ദൈവത്തിന് നൽകിയ ഈ മാതാപിതാക്കൾ വലിയൊരു മാതൃകയാണ് നൽകുന്നത്. വീട്ടിലെ 4ാമത്തെ തിരുപ്പട്ട സ്വീകരണം സ്വർഗത്തിലിരുന്ന് കാണാൻ യാത്രയായ മോളിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിലെ നാനാതുറയിലുള്ളവർ എത്തിയിരുന്നു. പൈക സെൻറ് ജോസഫ് ദേവാലയത്തിലെ കുടുംബക്കല്ലറയിലായിരുന്നു മൃതസംസ്കാരം.